സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ മലയോര മേഖലകളിൽ ജാഗ്രത തുടരണമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം ആവശ്യപ്പെടുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഹരികൃഷ്ണൻ, വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ സംസ്ഥാനത്ത് മഴയുടെ തീവ്രത അത് കുറയുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ മഴയെ ശക്തി പ്രാപിച്ചേക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്ന മുന്നറിയിപ്പ് അത് ഇന്ന് യെല്ലോ അലർട്ട് 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റീവൽ ചുഴലിക്കാറ്റ് അതിന്റെ ശക്തി കുറയുന്നതോടുകൂടി തന്നെ സംസ്ഥാനത്തെ മഴയ്ക്കും കുറവുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഇന്ന് 110 മുതൽ 130 കിലോമീറ്റർ വേഗതയിലാണ് ആ ചുഴലിക്കാറ്റ് കരതൊടുക. പക്ഷെ അത് നാളെയോടുകൂടി ഈ തീവ്രത കുറയും. അതേപോലെ തന്നെ കേരളത്തിന് പുറമെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയുന്നു. പക്ഷേ കേരളത്തിൽ ഈ റീവൽ ചുഴലിക്കാറ്റ് കാര്യമായ പ്രതിസന്ധി ഉണ്ടാക്കില്ല എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അത് ഏറെ ആശ്വാസകരമാണ്. അതായത് മഴ കുറയും, അതായത് മഴയുടെ ശക്തി കുറയും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ ജാഗ്രത അതിൽ ഒരു കുറവും വരുത്തരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ തീരദേശവാസികൾ, ഈ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ, തീരദേശവാസികളോടൊക്കെ ഈ ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യത ഉണ്ട്. മലയോര മേഖലകളിലും നഗരമേഖലകളിലും ഒക്കെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്. അത് മാത്രമല്ല ഈ ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും. അതുകൊണ്ട് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഏതായാലും ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാനത്തുടനീളം പല ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ ജാഗ്രതയിൽ ഒരു കുറവും വരുത്തരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഏതായാലും അടുത്ത വരുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നുള്ളതാണ്. ഏതായാലും ശക്തി കുറയും. റീവൽ ചുഴലിക്കാറ്റ് സംസ്ഥാനത്തിന് ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും ഉണ്ടാക്കില്ല എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ്. എസ് കെ. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് ഹരികൃഷ്ണനാണ്.